നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 590th day. Today 27th sloka of Pradhamaskandam 3rd chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 590-ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 27ാമത്തെ ശ്ലോകം. ഋഷയോ മനവോ ദേവ മനുപുത്രാ മഹൗജസ കലാ സർവേ ഹരേരേവ സപ്രജാപതയസ്തഥാ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഋഷയോ മനവോ ദേവ മനുപുത്രാ മഹൗജസ കലാ സർവേ ഹരേരേവ സപ്രജാപതയസ്തഥാ. ഓം തത്സത്. ഋഷയോ മനവോ ദേവ. ഋഷയഃ മനവഃ ദേവാഃ മനുപുത്രാഃ മഹൗജസ കലാ സർവേ ഹരേ ഏവാം സപ്രജാപതയസ്തഥാ. സപ്രജാപതയ എന്ന് പറഞ്ഞാൽ പ്രജാപതികളോട് കൂടിയ. ഋഷ്യ എന്ന് പറഞ്ഞാൽ ഋഷികൾ. മനവോ മനുക്കൾ. ദേവാഹ ദേവന്മാരും. മഹൗജസ മഹാപരാക്രമശാലികളായ. മനുപുത്രാഹ മനുപുത്രന്മാരും. സർവേ എല്ലാം. ഹരേ ഹരിയുടെ. കലാഹ കല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശം. കലായേവ അംശങ്ങൾ തന്നെ. അതായത് മരീചി മുതലായ പ്രജാപതികൾ. പ്രജാപതികൾ എന്ന് പറഞ്ഞാൽ പ്രജാപതികളോട് കൂടിയ ഋഷികൾ. മരീചി മുതലായ പ്രജാപതികൾ. നാരദർ മുതലായ ഋഷികൾ. വൈവസ്വതൻ മുതലായ മനുക്കൾ. മഹാപരാക്രമശാലികളായിട്ടുള്ള മനുപുത്രന്മാർ എല്ലാവരും ശ്രീഹരിയുടെ അംശാവതാരങ്ങൾ ആകുന്നു. ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യമാണ്, നിർണയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അംശാവതാരമായിട്ടുള്ള ഭഗവാന്റെ പ്രധാനപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പറയുകയാണ്. ഇവരൊക്കെ അതായത് പ്രജാപതികൾ, മനുക്കൾ, ദേവന്മാർ, മനുപുത്രന്മാർ, ഋഷികൾ എല്ലാവരും തന്നെ ഭഗവാന്റെ കലയോട് കൂടിയിട്ടുള്ള ഹരിയുടെ അംശങ്ങൾ തന്നെ. കല എന്ന് പറഞ്ഞാൽ അംശം. അംശാംശ അവതാരം, പൂർണ്ണാവതാരം. ഇങ്ങനെ ഭഗവാന്റെ അവതാരങ്ങൾ പല വിധത്തിലുണ്ട്. ഭഗവാന്റെ ആ പൂർണ്ണ ചൈതന്യം എപ്രകാരമാണോ ആ ജീവിയിൽ നിലനിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഭഗവാന്റെ അവതാരങ്ങളെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഭഗവാന്റെ അംശം നിലനിൽക്കുന്ന അവതാരമായ ശ്രീകൃഷ്ണാവതാരത്തെ വളരെ പൂർണ്ണാവതാരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകീർത്തിക്കുന്നതും മുഖ്യത്വം ലഭിച്ചതും. എല്ലാം ഈ ലോകത്ത് കാണുന്ന സർവസ്വവും ഭഗവാന്റെ അംശം തന്നെയാണ്. അതുകൊണ്ടാണ് അസംഖ്യമായ അവതാരം എന്ന് പറയുന്നത്. ഭഗവാനല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എങ്കിലും ഭഗവാന്റെ പൂർണ്ണത്വം ഉൾക്കൊണ്ടിട്ടുള്ള മനുഷ്യരെ നമ്മൾ പൂജിക്കുകയും അവരെ ഋഷികളായിട്ടും ദേവന്മാരായിട്ടും കൊണ്ടാടുകയും ഓരോരുത്തരും അവനവൻ്റെ രുചിക്ക് കാമ്യമായിട്ടുള്ള
ആൾക്കാരെ ഋഷികളെയും മഹത്തുക്കളെയും തിരഞ്ഞെടുത്ത് ഗുരുക്കളായിട്ടും ദേവന്മാരായിട്ടും ഒക്കെ കരുതി പൂജിക്കുന്നത്. എല്ലാം ഭഗവാന്റെ അംശം തന്നെ. ശ്ലോകം ഒരിക്കൽ കൂടി. ഋഷയോ മനവോ ദേവാ മനുപുത്രാ മഹോജസ കലാ സർവേ ഹരീരേവ സപ്രജാപതയസ്തദാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.